السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. വൻപാപങ്ങളെക്കുറിച്ച്, അതിൽ തന്നെ ഹൃദയത്തിലുണ്ടാകുന്ന വൻപാപങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. 12ഓളം അധ്യായങ്ങൾ നമ്മൾ മനസ്സിലാക്കി. 13ാമത്തെ അധ്യായമായി ഷെയ്ഖ് റഹിമഹുല്ലാ എടുത്തു കൊടുത്തു ബാബുൻ ദിക്റു ഖസ്വത്തിൽ ഖൽബി. ഖസ്വത്തുൽ ഖൽബ് അഥവാ ഹൃദയകാഠിന്യത്തെക്കുറിച്ച് വിവരിക്കുന്ന അധ്യായം. ഹൃദയകാഠിന്യം എന്നത് ഹൃദയത്തിന് ബാധിക്കുന്ന ഗുരുതരമായ രോഗമാണ്. അഥവാ രോഗമെന്ന് പറഞ്ഞാൽ അത് വൻപാപങ്ങളിൽപ്പെട്ട പാപമാണ് എന്നർത്ഥം. ഹൃദയത്തിന് കാഠിന്യം സംഭവിച്ചാൽ അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പിന്നീട് ഹൃദയങ്ങൾക്ക് ഉണ്ടാകുന്ന അവസ്ഥ എന്നത് വളരെ മോശമായ ഒരവസ്ഥയായിരിക്കും. ഹൃദയങ്ങൾക്ക് കാഠിന്യമുണ്ടായാൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഹൃദയം ഇരുണ്ടതായിത്തീരും. ഹൃദയത്തിൽ ഇരുട്ട് നിറഞ്ഞ ഒരവസ്ഥയായി മാറുന്നതാണ്. അങ്ങനെ ഒരാളുടെ ഹൃദയം കറുത്തിരുണ്ടുപോയാൽ പിന്നീട് ഉത്ബോധനം, ഉപദേശം അയാൾക്ക് ഉപകാരപ്പെടുകയില്ല. അള്ളാഹുവിൻ്റെ താക്കീതുകൾ അയാൾ ചെവികൊള്ളുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വാഗ്ദാനങ്ങൾ അയാൾക്ക് ഉപയോഗപ്പെടുകയില്ല. അയാളുടെ മനസ്സിലേക്ക് കടക്കുകയില്ല. ഭയമോ പ്രതീക്ഷയോ ഒന്നുമില്ലാതെ എല്ലാ അർത്ഥത്തിലും തിരിഞ്ഞുകളഞ്ഞ ഒരവസ്ഥയിലായിരിക്കും അത്തരം ഹൃദയങ്ങൾ ഉണ്ടാവുക. എല്ലാ നന്മകളിൽ നിന്നും അയാൾ അകന്ന ഒരവസ്ഥയിലായിരിക്കും. നേരെ തിരിച്ച് എല്ലാ വഴികേടുകളിലും അയാൾ ചെന്ന് പതിക്കുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, നമ്മൾ മുന്നേ വായിച്ച ഒരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗതൻ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബു. അറിയുക, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി. അത് കേടുവന്നാൽ ശരീരം മുഴുവനും കേടുവരും. അറിയുക, അത് ഹൃദയമാകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ നോക്കൂ, ഇത്രയും നാൾ ഓരോ അധ്യായവും നമ്മൾ മനസ്സിലാക്കി ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ച്. ആ ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങളാകുന്ന വൻപാപങ്ങളിൽ നിന്ന് നമ്മൾ ഓടി അകലേണ്ടതാണ്. അങ്ങനെ വൻപാപങ്ങൾ അധികരിച്ച് ഹൃദയത്തിന് സംഭവിക്കുന്നതാണ് ഈ അധ്യായത്തിൽ ഷെയ്ഖ് റഹിമഹുല്ലാ പരാമർശിച്ച ഖസ്വത്തുൽ ഖൽബ് എന്ന കാര്യം. ഹൃദയകാഠിന്യം വളരെ ഗൗരവമാണ്. ഹൃദയം കടുത്തുപോവുക എന്നുള്ളത്. ഷെയ്ഖ് റഹിമഹുല്ലാ അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നും ചില ആയത്തുകൾ ഉദ്ധരിച്ചു. വഖൗലുല്ലാഹി തആല, അള്ളാഹു തആല പറഞ്ഞു, ഫബിമാ നഖ്ദിഹിം മീസാഖഹും ലഅന്നാഹും വജഅൽനാ ഖുലൂബഹും ഖാസിയ യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി. അൽ ആയ, സൂറത്തുൽ മാഇദയിലെ 13ാമത്തെ ആയത്താണത്. യഹൂദികളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്.
ഫബിമാ നഖ്ദിഹിം മീസാഖഹും. യഹൂദികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ഏർപ്പെട്ട കരാറുകൾ ലംഘിച്ചപ്പോൾ, അഥവാ അള്ളാഹു അവരിൽ നിന്നും കരാറ് വാങ്ങിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ അടിമയിൽ നിന്നും വാങ്ങിയ ഏറ്റവും സുപ്രധാനമായ കരാറാകുന്നു അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. അതിനുശേഷം റബ്ബിനുള്ള അനുസരണം അള്ളാഹു വേറെ ചില ആയത്തിൽ പറഞ്ഞതുപോലെ ബനൂ ഇസ്രായേലിയരിൽ നിന്നും നിസ്കാരം നിലനിർത്താനും സക്കാത്ത് കൊടുക്കാനും അള്ളാഹുവിനെയും അവരിലേക്ക് വന്ന റസൂലുമാരെ അനുസരിക്കുവാനും അള്ളാഹു അവരോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവുമായി അവർ ആ വിഷയത്തിൽ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആ കരാറുകൾ അവർ ലംഘിക്കുകയുണ്ടായി. അങ്ങനെ ആ കരാർ ലംഘിച്ചപ്പോൾ ലഅന്നാഹും, അള്ളാഹു പറഞ്ഞു ലഅന്നാഹും, നാം അവരെ ശപിക്കുകയുണ്ടായി. വജഅൽനാ ഖുലൂബഹും ഖാസിയ, അവരുടെ ഹൃദയങ്ങളെ നാം കടുത്ത ഹൃദയങ്ങളാക്കി മാറ്റി. യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി, അവർ അള്ളാഹുവിൻ്റെ വാക്ക്, അള്ളാഹുവിൻ്റെ കിതാബിലെ വചനങ്ങൾ അതിൻ്റെ സ്ഥാനത്ത് നിന്നും തെറ്റിച്ചു കളയുകയും ചെയ്തിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ ആയത്ത് ശൈഖ് റഹിമഹുല്ലാ ഇവിടെ എടുത്തുദ്ധരിച്ചത് അള്ളാഹു ഏതൊരു വിഭാഗത്തിൻ്റെ ഹൃദയത്തിനാണോ കാഠിന്യം നൽകിയത് അവരെക്കുറിച്ചാണ് അള്ളാഹു ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തിയത്. അഥവാ യഹൂദികൾ, അവരുടെ ഹൃദയങ്ങൾ കടുത്തുറച്ചുപോയി എന്നാണ്. അള്ളാഹു അവരെ ആ രൂപത്തിലാക്കി തീർത്തു. അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് കാഠിന്യം നൽകി. എന്തുകൊണ്ടാണ് അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് കാഠിന്യം നൽകിയത്? അവർ അള്ളാഹുവുമായി ഏർപ്പെട്ട കരാർ ലംഘിച്ചു. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കിതാബിലെ വാക്കുകൾ അതിൻ്റെ സ്ഥാനത്ത് നിന്നും തെറ്റിച്ചു കളയുകയും ചെയ്തു. അള്ളാഹു ഇവിടെ രോഗവും അതിൻ്റെ കാരണവും പറഞ്ഞു. യഹൂദികളുടെ ഹൃദയങ്ങൾക്ക് ഈ കാഠിന്യമെന്ന രോഗമുണ്ടായി. അവർക്ക് ആ രോഗം വരാനുള്ള കാരണം അവരുടെ പാപങ്ങളാണ്. ഇത് സഹോദരങ്ങളെ, യഹൂദികളുടെ വിഷയത്തിൽ അവതരിക്കപ്പെട്ടതാണെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും ഇത് ബാധകമാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരടിമയുടെ ഹൃദയത്തിന് കാഠിന്യം നൽകുക അള്ളാഹുവുമായി ഏർപ്പെട്ട കരാർ ലംഘിച്ചാലാണ്. അഥവാ അള്ളാഹുവിനെ ധിക്കരിച്ചാൽ, പാപങ്ങളിൽ മുഴുകിയാൽ അള്ളാഹു ഹൃദയങ്ങൾക്ക് കാഠിന്യം ഏർപ്പെടുത്തും. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റു ചില ആയത്തുകളിൽ പറഞ്ഞത്. കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവരുടെ ഹൃദയങ്ങൾക്ക് റാൻ സംഭവിച്ചു, അവർ ചെയ്ത അവരുടെ കൈകൾ പ്രവർത്തിച്ചതിൻ്റെ കാരണത്താൽ. റാൻ എന്നാൽ ഹൃദയത്തിന് മുദ്ര വെക്കപ്പെട്ടു, ഹൃദയത്തിന് കടുപ്പമുണ്ടായി. എന്തുകൊണ്ടാണ്? അവർ ചെയ്തത് കാരണത്താൽ. ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞതായി കാണാം, ഹുവ ദംബു അല ദംബ്, പാപങ്ങൾക്ക് മീതെ പാപങ്ങൾ ഒരാൾ ചെയ്തപ്പോൾ ഹത്താ യുഅ്മിയൽ ഖൽബ്, അയാളുടെ ഹൃദയങ്ങൾക്ക് അന്ധത ബാധിച്ചു, അയാളുടെ ഹൃദയങ്ങൾക്ക് ഇരുട്ട് ബാധിച്ചു. അതാണ് ഹൃദയകാഠിന്യം എന്ന് പറഞ്ഞാൽ. ഒരാളുടെ ഹൃദയത്തിന് അള്ളാഹു മുദ്ര വെക്കുക, സീൽ ചെയ്യുക, ആ ഹൃദയത്തിന് കറ ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ സഹോദരങ്ങളെ, യഹൂദികൾ അള്ളാഹുമായുള്ള കരാറ് ലംഘിച്ചു, അള്ളാഹുവിൻ്റെ കിതാബിലെ ആയത്തുകളെ മാറ്റിമറിച്ചു. അതുകൊണ്ട് അള്ളാഹു രണ്ട് കാര്യങ്ങൾ അവരെക്കുറിച്ച് പറഞ്ഞു. ഒന്ന് അല്ലഅൻ, ലഅന്നാഹും, അള്ളാഹു ശപിച്ചു. അല്ലഅൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും അള്ളാഹു വിദൂരത്താക്കുക, ആട്ടി അകറ്റുക എന്നതാണ്. അതേപോലെ തന്നെ അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു കടുപ്പം നൽകുകയും ചെയ്തു. കാരണം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മാ മിൻ ഖൽബിൻ ഇല്ലാ ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇർ റഹ്മാൻ, ഏതൊരു ഹൃദയമുണ്ടോ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മാനായ റബ്ബിൻ്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് ഓരോ ഹൃദയവും ഉള്ളത്. ഇൻഷാ അഖാമഹു വ ഇൻഷാ അസാഗഹു, അള്ളാഹു ഉദ്ദേശിക്കുന്ന ഹൃദയത്തെ അള്ളാഹു നേരെ നിലനിർത്തും, നേർക്ക് നേരെ തെറ്റിപ്പോവാതെ ഉറപ്പിച്ചു നിർത്തും.
അല്ലാത്ത ഹൃദയങ്ങളെ അള്ളാഹു തെറ്റിച്ചു കളയുകയും ചെയ്യും. അതിൽപ്പെട്ടതാണ് യഹൂദികളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരാളുടെ ഹൃദയത്തെ തെറ്റിച്ചു കളയുക അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. അള്ളാഹു ഒരാളോടും അനീതി കാണിക്കുകയില്ല. സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവമാണ്. എത്രത്തോളം അവരുടെ ഹൃദയങ്ങളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, ثُمَّ قَسَتْ قُلُوبُهُمْ مِنْ بَعْدِ ذَلِكَ فَهِيَ كَالْحِجَارَةِ. ശേഷം അവരുടെ ഹൃദയങ്ങൾ കടുത്തുറച്ചുപോയി. എങ്ങനെ കടുത്തുറച്ചുപോയി? ഫഹിയ കൽ ഹിജാറ, പാറക്കല്ലുകൾ പോലെ. അവരുടെ കടുപ്പം അറിയിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നു, ഔ അശദ്ദു ഖസ്വ, പാറക്കല്ലിനേക്കാൾ കടുത്ത രൂപത്തിൽ അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വ ഇന്ന മിനൽ ഹിജാറ, പാറക്കല്ലുകൾ, ആ പാറക്കല്ലുകളിൽ നിന്ന് ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, ചിലപ്പോൾ നദികൾ പൊട്ടിയൊലിക്കാറുണ്ട്. വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ, ചില പാറകൾ അതിനിടയിലൂടെ വെള്ളം, ഉറവകൾ അത് പൊട്ടി പുറത്തേക്ക് വരാറുണ്ട്. വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാ, ചില പർവ്വതങ്ങൾ, ചില പാറകൾ അള്ളാഹുവിനോടുള്ള ഭയത്താൽ തകർന്ന് പൊട്ടി പിളരാറുണ്ട്. എന്നാൽ ഈ പറഞ്ഞ ഹൃദയങ്ങൾ, ഹൃദയകാഠിന്യം വന്ന പാറക്കല്ലുകളേക്കാൾ കടുത്തുപോയ യഹൂദികളുടെ ഹൃദയമെന്നാൽ, അതല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളുടെ ഹൃദയമെന്നാൽ പാറക്കല്ലിനുണ്ടാകുന്ന അനുഭവം പോലും ഉണ്ടാവുകയില്ല. എന്നാൽ അതിടയ്ക്കിടെ പൊട്ടി അതിലൂടെ വെള്ളമെങ്കിലും ഒലിക്കാറുണ്ട്. അതല്ലെങ്കിൽ റബ്ബിനെ ഭയന്ന് അത് പൊട്ടിപ്പിളരാറുണ്ട്. പക്ഷേ ഹൃദയം കടുത്തുപോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ രൂപത്തിൽ ഒരു മാറ്റവും അയാളുടെ ഹൃദയത്തിന് വരാൻ സാധ്യതയില്ല. കാരണം ഹൃദയം കടുത്താൽ, തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ, പിന്നീട് ആ ഹൃദയം ഇരുണ്ടുപോകും, കറുത്തിരുണ്ടുപോകും. പിന്നീട് നന്മകൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയില്ല, നല്ല ഉപദേശങ്ങൾ കടക്കുകയില്ല, നല്ല ഹൈറായ ഒരു കാര്യങ്ങൾക്കും ആ ഹൃദയം പിന്നീട് ഉപകാരപ്പെടുകയില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഹൃദയ കാഠിന്യം എന്നത് വളരെ ഗൗരവമാണ്. അതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കിതാബിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തി, നമ്മുടെ പാപങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ കടുത്ത രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കും. നമ്മുടെ പാപങ്ങളാണ് നമ്മുടെ ഹൃദയങ്ങളെ കടുപ്പിക്കുന്നത്. നോക്കൂ, പാപങ്ങൾ എന്നത് തന്നെ ഗൗരവമാണ്. ആ പാപങ്ങളിലൂടെ ഒരാളുടെ ഹൃദയം കടുത്തുപോയാൽ അത് വൻപാപങ്ങളിൽപ്പെട്ട പാപമാണ് എന്നാണ് ഈ പറഞ്ഞു വന്നത്. അങ്ങനെ ഒരാളുടെ ഹൃദയം കടുക്കണമെങ്കിൽ അയാൾ പാപങ്ങൾക്ക് മീതെ പാപം ചെയ്തവനായിരിക്കും. നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചു നോക്കുക നമ്മുടെ ഹൃദയങ്ങളുടെ അവസ്ഥ. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നന്മകൾ പ്രവേശിക്കാറുണ്ടോ? മൗഇദ, ഉപദേശം ഉൾക്കൊള്ളാൻ സാധിക്കാറുണ്ടോ? നന്മകളിലേക്ക് താല്പര്യമുണ്ടോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കാരണം ഹൃദയ കാഠിന്യം എന്നത് വളരെ ഗൗരവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമതായി ശൈഖ് റഹിമഹുല്ലാ പറഞ്ഞു, വഖൗലുഹു തആല, അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മസാനിയ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم ഇലാ ദിക്രില്ലാഹ്. ഈ ആയത്ത് ശൈഖ് ഇവിടെ ഉദ്ധരിച്ചത് ഹൃദയ കാഠിന്യത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മരുന്ന് എന്ന രൂപത്തിലാണ്. ഒരാളുടെ ഹൃദയം പാപങ്ങൾ കൊണ്ട് കറപിടിച്ച് കറുത്തിരുണ്ട് പാറയേക്കാൾ കടുത്തുപോയാൽ ആ ഹൃദയം പിന്നീട് നേരെയാവാൻ, ആ ഹൃദയം നന്നാവാൻ ഉള്ള മാർഗമാണ് ഇനിയുള്ള ആയത്തുകളിൽ അദ്ദേഹം വിവരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, വഖൗലുഹു തആല, അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല വാക്കുകൾ അവതരിപ്പിച്ചു. കിതാബൻ, അള്ളാഹുവിൻ്റെ കിതാബിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ വചനങ്ങൾ, അള്ളാഹുവിൻ്റെ കലാം, ഏറ്റവും നല്ല വചനങ്ങൾ അള്ളാഹു ഇറക്കുകയുണ്ടായി, അവതരിപ്പിക്കുകയുണ്ടായി. ആ കിതാബിൻ്റെ ആ ആയത്തുകളുടെ പ്രത്യേകത എന്താണ്? മുതശാബിഹൻ മസാനിയ. മുതശാബിഹൻ എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള സാദൃശ്യമുള്ള ആയത്തുകൾ ആ കിതാബിലുണ്ടാകും.
ഒരേപോലെയുള്ള വാക്കുകൾ ആവർത്തിച്ച് വരുന്നതാണ് ആ കിതാബിലെ ആയത്തുകൾ. നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഥലത്ത് പറഞ്ഞ അതേ ആയത്ത് തന്നെ വേറെയും സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആനിലുണ്ട്. അതുപോലെ തന്നെ ചില ചരിത്രങ്ങൾ പല സ്ഥലങ്ങളിലും അല്ലാഹു വ്യത്യസ്തങ്ങളായ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടാകും. ഒരേപോലെയുള്ള ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ അത് ആവർത്തിച്ചു വരും. അങ്ങനെയുള്ള ഏറ്റവും നല്ല വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. ഈ ആവർത്തിച്ചു വരുന്ന ഒരേപോലെയുള്ള ആയത്തുകൾ അടങ്ങിയ ഏറ്റവും നല്ല റബ്ബിൻ്റെ കിതാബിലെ ആയത്തുകൾ, ആ ആയത്തുകൾ കേൾക്കുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളുടെ ചർമ്മം അഥവാ തൊലികൾ രോമാഞ്ചമണിയുന്നതാണ്. സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാ. ശേഷം അവരുടെ തൊലികളും അവരുടെ ഹൃദയങ്ങളും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലേക്ക് കീഴൊതുങ്ങുകയും ചെയ്യുന്നതാണ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്വങ്ങളാണ് എണ്ണിപ്പറഞ്ഞത്. അത് അല്ലാഹുവിൽ നിന്ന് അവതരിക്കപ്പെട്ടതാണ്. ആ കിതാബിലെ ആയത്തുകൾ ഏറ്റവും നല്ല വചനങ്ങളാണ്. അതിൽ ഒരു നിലക്കും വൈരുദ്ധ്യങ്ങളില്ല. ഒരു സ്ഥലത്ത് പറഞ്ഞതിന് എതിരായി മറ്റൊന്ന് കാണാൻ സാധിക്കുകയില്ല. അതേപോലെ ആവർത്തിച്ചു വരുന്ന വചനങ്ങൾ ഈ പരിശുദ്ധ ഖുർആനിലുണ്ട്. അതുപോലെ തന്നെ ഒരേപോലെയുള്ള വാക്കുകൾ, ആയത്തുകൾ ഈ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഈ ആയത്തുകൾ അതിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളുണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശേഷണങ്ങളുണ്ട്, സ്വർഗനരകങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനങ്ങളുണ്ട്, അള്ളാഹു നൽകിയ മുന്നറിയിപ്പ് താക്കീതുകളുണ്ട്, പരിശുദ്ധ ദീനിൻ്റെ വിധിവിലക്കുകളുണ്ട്. അതുപോലെ മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ നബിമാരുടെ ചരിത്രങ്ങളുണ്ട്. അങ്ങനെയുള്ള ഏറ്റവും നല്ല വചനങ്ങൾ, ആയാത്തുകൾ ഈ പരിശുദ്ധ ഖുർആനിലുണ്ട്. അത് കേൾക്കുമ്പോൾ അള്ളാഹുവിനോട് ഭയമുള്ള, റബ്ബിനെ ഭയപ്പെടുന്ന ആളുകളുടെ രോമം, തൊലികൾ അത് രോമാഞ്ചമണിയും. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകൾ അത് നമ്മുടെ മനസ്സിന്, ശരീരത്തിന് സ്വാധീനമുണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. ശേഷം അല്ലാഹു പറഞ്ഞു, സുമ്മ തലീനു ജുലൂദുഹും വ ഖുലൂബുഹും ഇലാ ദിക്രില്ലാ. ലീനത്ത് എന്ന് പറഞ്ഞാൽ നൈർമല്യമെന്നാണ്. അള്ളാഹുവിൻ്റെ ആയാത്തുകൾ കൊണ്ട്, പരിശുദ്ധ ഖുർആനിലെ റബ്ബിൻ്റെ ആയത്തുകൾ കൊണ്ട് അത് കേൾക്കുമ്പോൾ രോമാഞ്ചമണിയുകയും അതിനുശേഷം ഹൃദയങ്ങൾക്കും തൊലികൾക്കും നൈർമല്യമുണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിനുള്ള ദിക്ർ കൊണ്ടാണ്, ഈ ഖുർആൻ പാരായണം കൊണ്ടാണ്, റബ്ബിനെ ഓർമ്മിക്കൽ കൊണ്ടാണ് എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സഹോദരങ്ങളെ, ഈ അധ്യായത്തിൽ പറഞ്ഞ ഹൃദയകാഠിന്യമെന്ന രോഗം, അതിനുള്ള മരുന്നാണെന്ത്? ഇലാ ദിക്രില്ല, റബ്ബിനുള്ള ദിക്ർ, അള്ളാഹുവിനുള്ള ദിക്റിൽപ്പെട്ട ഏറ്റവും മഹത്തായ ദിക്റാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. ഖുർആൻ അത് നമ്മുടെ ഹൃദയങ്ങൾക്ക് നൈർമല്യമുണ്ടാക്കും. നമ്മുടെ ഹൃദയങ്ങൾക്കുണ്ടാകുന്ന കാഠിന്യം ഇല്ലാതാക്കാനുള്ള സുപ്രധാനമായ ഒരു മരുന്നാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത്. അള്ളാഹുവിനെ ഭയപ്പെടാൻ, നമ്മുടെ കണ്ണുകൾ ഈറനണിയാൻ, അതുപോലെ അള്ളാഹുവിനെ ഓർക്കാൻ അള്ളാഹുവിൻ്റെ കിതാബിലെ ആയത്തുകൾ നമ്മെ സഹായിക്കും എന്നുള്ളതാണ്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ, മഹാനായ താബിഈ ഖതാദ റഹിമഹുല്ലയിൽ നിന്നും ഒരു വാക്ക് ഉദ്ധരിക്കുന്നുണ്ട്. അള്ളാഹു ഈ പറഞ്ഞ രോമാഞ്ചമണിയുമെന്നും ഹൃദയങ്ങളും തൊലികളുമെല്ലാം റബ്ബിനുള്ള ദിക്റിലേക്ക് കീഴൊതുങ്ങുമെന്നും പറഞ്ഞ ആളുകൾ ആരാണവർ? ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഹാദാ നഅ്തു ഔലിയാ ഇല്ലാ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ കുറിച്ചാണ് അള്ളാഹു തആല ഈ പറഞ്ഞത്. അഥവാ റബ്ബിനെ സൂക്ഷിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെടുന്ന ആളുകളെ കുറിച്ചാണ് ഈ പറഞ്ഞത്. നഅതഹുമുല്ലാഹു ബിഅൻ തഖ്ശഇറ ജുലൂദുഹും, അള്ളാഹു അവരെ കുറിച്ച് വിശേഷിപ്പിച്ചു അവരുടെ
ചർമ്മങ്ങൾ, തൊലികൾ അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ രോമാഞ്ചമണിയും. വതബ്കി അഅ്യുനുഹും, അവരുടെ കണ്ണുകൾ കരയും, അവരുടെ കണ്ണുകൾ നനയും, ഇറനണിയും. വതത്മഇന്നു ഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്, അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് സമാധാനമടയുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ കിതാബിലെ ആയത്തുകൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനമാണ് ഈ പറഞ്ഞത്. ഹൃദയങ്ങൾ കടുത്തു പോകാതിരിക്കാൻ, കടുത്ത ഹൃദയങ്ങൾ അതിന് നൈർമല്യം വരാൻ റബ്ബിനുള്ള ദിക്ർ, പരിശുദ്ധ ഖുർആൻ അത് നമ്മെ സഹായിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് രൂപത്തിൽ? പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചിച്ചാൽ, അതിലെ ആയത്തുകളെക്കുറിച്ച് ചിന്തിച്ചാൽ, അത് മനസ്സറിഞ്ഞ് പാരായണം ചെയ്താൽ അത് നമ്മുടെ ഹൃദയങ്ങൾക്ക് സ്വാധീനമുണ്ടാകും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ ആയത്തുകൾ അവതരിപ്പിച്ചത് കേവല പാരായണത്തിനു വേണ്ടിയല്ല, മറിച്ച് കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഇതാ താങ്കൾക്ക് നാം കിതാബ് അവതരിപ്പിച്ചിരിക്കുന്നു, അനുഗ്രഹീതമായ കിതാബാകുന്നു അത്. എന്തിനാണ് അള്ളാഹു അവതരിപ്പിച്ചത്? അതിലെ ആയത്തുകളെക്കുറിച്ച് ചിന്തിക്കാൻ, ബുദ്ധിയുള്ള ആളുകൾ അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കാൻ. അങ്ങനെ ഉറ്റാലോചിച്ചാൽ സഹോദരങ്ങളെ, നമ്മുടെ തൊലികൾ രോമാഞ്ചമണിയും. ഇത്രയും കാലം നമുക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഇമാം ഇങ്ങനെ പാരായണം ചെയ്യും, അതല്ലെങ്കിൽ നമ്മൾ തന്നെ ഓതും. പക്ഷെ ഇതെന്താണ് ഈ പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അത് നമുക്ക് സ്വാധീനമുണ്ടാക്കുകയില്ല. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ കിതാബ് അത് പാരായണം ചെയ്യുമ്പോൾ അർത്ഥമറിഞ്ഞ്, ആശയമറിഞ്ഞ്, അതിൻ്റെ വിശദീകരണം മനസ്സിലാക്കി നമ്മൾ കേട്ടാൽ, നമ്മൾ പാരായണം ചെയ്താൽ നമ്മുടെ തൊലികൾ അത് രോമാഞ്ചമണിയും. അതുപോലെ നമ്മുടെ കണ്ണുകൾ നനയും. പരിശുദ്ധ ഖുർആൻ കേട്ടിട്ട് പാരായണം ചെയ്തിട്ട് നമ്മുടെ കണ്ണുകൾ നനഞ്ഞോ എന്ന് ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. മറ്റെന്തെല്ലാം കേട്ടിട്ട് നമ്മുടെ കണ്ണുകൾ നനയുന്നു, പക്ഷെ അള്ളാഹുവിൻ്റെ കിതാബിലെ ആയത്തുകൾ കേട്ടിട്ട് നമ്മുടെ ഹൃദയങ്ങൾക്ക് ചലനമില്ല എങ്കിൽ സഹോദരങ്ങളെ നമ്മൾ പേടിക്കണം. നമ്മുടെ ഹൃദയങ്ങൾക്ക് കാഠിന്യം സംഭവിച്ചോ എന്ന് നമ്മൾ ഭയപ്പെടണം. നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ട കാര്യമാണിത്. ശേഷം ഷെയ്ഖ് റഹിമഹുല്ലാ മറ്റൊരായത്ത് ഉദ്ധരിക്കുന്നു. വഖൗലുഹു, അല്ലാഹു പറഞ്ഞു, അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. സൂറത്തുൽ ഹദീദിലെ ആയത്താണ്. അല്ലാഹു ചോദിക്കുകയാണ്, അലം യഅനി ലില്ലദീന ആമനൂ, മുഅ്മിനീങ്ങൾക്ക്, ഈമാനുള്ളവർക്ക് സമയമായില്ലേ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്, അല്ലാഹു അവതരിപ്പിച്ച ഹക്കായ ഈ പരിശുദ്ധ ഖുർആനിലേക്കും അള്ളാഹുവിൻ്റെ ദിക്റിലേക്കും മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങൾ പേടിച്ചു മടങ്ങാൻ അവർക്ക് സമയമായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചതാണ്. ശേഷം അല്ലാഹു ഓർമ്മപ്പെടുത്തി, വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ. മുഅ്മിനീങ്ങളോട് അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്ക് മുമ്പ് കിതാബ് കിട്ടിയ അഥവാ യഹൂദ നസാറാക്കളെ പോലെ നിങ്ങളായി പോകരുത്. എന്താണ് അവർക്ക് സംഭവിച്ചത്? ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. കാലങ്ങൾ അങ്ങ് കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയങ്ങൾ കടുത്തുറച്ചുപോയി, അവരിൽ അധിക പേരും അധർമ്മകാരികളായി തീർന്നു. ഈ ആയത്ത് സഹോദരങ്ങളെ, മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, മാ കാന ബൈന ഇസ്ലാമിന വബൈന അൻ ആതബന അല്ലാഹു ബിഹാദിഹിൽ ആയതി ഇല്ലാ 4 സിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് കൊണ്ട് നമ്മെ ശകാരിച്ചതിനും നമ്മൾ മുസ്ലിമീങ്ങളായതിനും ഇടയിൽ 4 വർഷങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഥവാ അവർ മുസ്ലിമീങ്ങളായിട്ട് 4 വർഷങ്ങളായപ്പോൾ
അള്ളാഹു അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തി, അള്ളാഹു അവരെ ഒന്ന് ശകാരിച്ചു എന്നാണ് പറഞ്ഞത്. എന്താണ്? അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. അള്ളാഹുവിൻ്റെ സത്യപ്രകാരമുള്ള ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലേക്ക്, അള്ളാഹുവിനുള്ള ദിക്റിലേക്ക് മുഅ്മിനീങ്ങൾക്ക് പേടിച്ചു മടങ്ങാൻ സമയമായില്ലേ? അള്ളാഹു ഈ ആയത്ത് അവതരിപ്പിച്ചത് സഹാബികൾക്കാണ്. സഹാബികളിൽ പ്രമുഖനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. 4 വർഷങ്ങളായപ്പോൾ അള്ളാഹു ഈ ആയത്ത് അവതരിപ്പിച്ചു എന്നാണ്. മടങ്ങാൻ സമയമായിട്ടില്ലേ? സുബ്ഹാനല്ലാഹ്. അള്ളാഹു സഹാബികളോട് മടങ്ങാൻ സമയമായില്ലേ എന്ന് ചോദിച്ചു എങ്കിൽ സഹോദരങ്ങളെ, ഈ ആയത്ത് നമുക്കും ബാധകമല്ലേ? അള്ളാഹുവിൻ്റെ കിതാബിലേക്ക്, അള്ളാഹുവിനുള്ള ദിക്റിലേക്ക് ഹൃദയങ്ങൾ പേടിച്ചു മടങ്ങാൻ സമയമായില്ലേ എന്നാണ്. കാരണം നിങ്ങൾക്ക് മുമ്പ് കിതാബ് കിട്ടിയ ആളുകൾ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയങ്ങൾ കടുത്തുറച്ചുപോയി. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുറച്ചു കാലം കഴിയുമ്പോൾ ഹൃദയങ്ങൾക്ക് കടുപ്പം വരും. നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ ദീൻ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി കടന്നു വന്നാൽ വീണ്ടും വീണ്ടും ദീൻ പഠിക്കാനും അത് ഓർമ്മ പുതുക്കാനും അള്ളാഹും അവൻ്റെ റസൂലും സഹാബത്തും ഈ ഉമ്മത്തിലെ നല്ലവരായ ഇമാമികളും നമ്മെ പഠിപ്പിച്ചത്. അള്ളാഹു ഓരോ ദിവസവും 17 തവണ നിർബന്ധമായി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നു. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നു. ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈമാൻ, നമ്മുടെ ദീൻ, നമ്മുടെ അറിവ് അതിങ്ങനെ പുതുക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഹൃദയങ്ങൾക്ക് കടുപ്പമുണ്ടാകും. അതുകൊണ്ടാണ് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. തുടക്കത്തിൽ ആവേശമുണ്ടായ പലരും പിന്നീട് കുറച്ച് അയഞ്ഞു പോകുന്നത്. കുറച്ച് കഴിയുമ്പോൾ അയവ് സംഭവിക്കും. ആദ്യമുണ്ടായ ഒരു ആവേശവും ഒരു താല്പര്യവും കുറച്ച് കഴിഞ്ഞാൽ കിട്ടുകയില്ല. അതെന്തുകൊണ്ടാണ്? കാലങ്ങളങ്ങ് കഴിയുമ്പോൾ ഹൃദയങ്ങൾക്ക് കടുപ്പമുണ്ടാകും. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, പാരമ്പര്യ ഇസ്ലാം വാദിക്കുന്ന ആളുകളും പുതുതായി ഇസ്ലാമിലേക്ക് വന്നവരെ നോക്കിയാൽ മതി. ഒരുപാട് കാലമായിട്ട് ഇത് കിട്ടി, ഇത് കേട്ട് കണ്ട് അങ്ങനെ അവരിൽ ഉണ്ടായിരുന്ന പ്രശ്നമാണെന്ത്? ഹൃദയങ്ങൾ കടുത്തുറച്ചതിൻ്റെ അടയാളമാണെന്ത്? ഈ ദീനിനോട് വലിയൊരു ആത്മാർത്ഥത പ്രവർത്തനത്തിലും അതുപോലെയുള്ള ഇബാദത്തുകളിലും വിശ്വാസ കർമ്മ ആചാരങ്ങളിലൊന്നും കാണാൻ സാധിക്കുകയില്ല. പലരും മറ്റുള്ള ദീനുകളിലേക്ക് ലയിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. ഈ ദീൻ പണയം വെക്കുന്ന, ദീനിന് പ്രാധാന്യം നൽകാത്ത ഒരവസ്ഥയുണ്ടാകും. എന്നാൽ പുതുതായി ഒരാൾക്ക് അള്ളാഹുവിൻ്റെ ദീൻ ലഭിച്ചാൽ, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയാൽ അത് നഷ്ടപ്പെട്ടു പോവാതെ സൂക്ഷിക്കാൻ അയാൾ പരിശ്രമിക്കും. അതുകൊണ്ടാണ് എല്ലാ സമയത്തും നമ്മൾ പഠിക്കണം, ഓർമ്മ പുതുക്കണം, കേൾക്കണം എന്നൊക്കെ പറഞ്ഞത്. നോക്കൂ, സൂറത്തുൽ ഫാത്തിഹ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ നിസ്കാരത്തിലും നമ്മൾ പാരായണം ചെയ്യുന്നു. എല്ലാ നിസ്കാരത്തിലും 17 തവണ നിർബന്ധമാണ് ആ സൂറത്ത് മുഴുവൻ പാരായണം ചെയ്യണം. അതിൽ പ്രധാനപ്പെട്ട ഒരായത്താണെന്ത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു. ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്. റബ്ബിനോടല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കാനോ റബ്ബിനെ അല്ലാതെ ആരാധിക്കാനോ പാടില്ല എന്ന ഓർമ്മപ്പെടുത്തലാണത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ വഴിചേർക്കണേ എന്ന് നമ്മൾ ആവർത്തിച്ചു പറയുന്നു. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നേരായ മാർഗത്തിലെത്തിയ മുസ്ലിമായ ഒരു മനുഷ്യനാണ് നിസ്കരിക്കുമ്പോൾ ഇത് പറയുന്നത്. എന്തിനാണ് പിന്നെ അതെന്നെ പറയുന്നത്? ഈ നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോവാതിരിക്കാനാണ്. കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ അയവ് സംഭവിക്കും. അത് നമ്മുടെ ഹൃദയങ്ങൾക്കുള്ള പ്രശ്നമാണ്, അല്ലാതെ ദീനിന് പ്രശ്നമുള്ളത് കൊണ്ടല്ല. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നല്ലവരായ ആളുകളും ജീവിച്ച് കാലങ്ങളങ്ങ് കഴിഞ്ഞപ്പോൾ പിന്നീട് ഒരുപാട് കക്ഷികൾ ഉടലെടുത്തു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇന്ന് പല ആളുകളും ധരിച്ചത് ജാറങ്ങളും മക്ബറകളും അതുപോലെയുള്ള കാര്യങ്ങളുമാണ് ഇസ്ലാം എന്നാണ് പലരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് ജാറങ്ങൾ, മൗലിദ്, റാത്തീബ്, അതുപോലെ അവിടെയുള്ള ആണ്ട് നേർച്ചകൾ, ഇതൊക്കെയാണ് ഇസ്ലാമിൻ്റെ ഷിആറുകളായി, അടയാളങ്ങളായി, ചിഹ്നങ്ങളായി പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നിട്ട് പഴയ ദീൻ, തൗഹീദ്, സുന്നത്ത് പറഞ്ഞാൽ പുത്തൻവാദികൾ എന്ന് പറയും. ഏതാണ് പുത്തൻവാദം? ഈ ശിർക്കും ഖുറാഫാത്തും ഇല്ലാത്ത പുത്തനാചാരങ്ങളുമാണ് പുതിയ വാദം. പഴയതിലേക്ക് വിളിക്കുമ്പോൾ അവർ പറയും ഇതാണ് പുത്തൻവാദം.
ഇത് സഹോദരങ്ങളെ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബത്തിനോടാണ് പറഞ്ഞതെന്ത്? മടങ്ങാൻ നേരമായില്ലേ? അത് നമ്മൾ എത്ര കണ്ട് ശ്രദ്ധിക്കണം. നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഗുണപാഠമാണ് ഈ ആയത്തുകൾ. കാരണം കുറച്ച് കഴിയുമ്പോൾ ഹൃദയങ്ങൾക്ക് കടുപ്പമുണ്ടാകും. ആ ഹൃദയത്തിന് കടുപ്പം വരുന്ന അടയാളം, അതിൻ്റെ രൂപം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് പാപങ്ങൾ കടന്നു വരിക എന്നുള്ളതാണ്, തിന്മകൾ കടന്നു വരിക എന്നുള്ളതാണ്. അള്ളാഹുമായി നാം ഏർപ്പെട്ടിട്ടുള്ള കരാറ് അത് ലംഘിക്കുക എന്നതാണ് ഈ പറഞ്ഞ രൂപത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ആയത്ത് കേട്ട് തൗബ ചെയ്ത പഴയകാലത്തെ ഒരു ഇമാമിനെ നമുക്ക് കാണാം. ഈ ആയത്ത് ഇതിൻ്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഒരു ചരിത്ര സംഭവം, മഹാനായ അൽ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ, ഇസ്ലാമിക ലോകത്തെ അറിയപ്പെട്ട വലിയ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം 40 വയസ്സുവരെ പിടിച്ചുപറിക്കാരനായിരുന്നു, കള്ളനായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഒരു വീട്ടിലേക്ക് മോഷ്ടിക്കാൻ അദ്ദേഹം കയറുമ്പോൾ അവിടെ നിന്ന് ഒരാൾ പാരായണം ചെയ്യുന്നു സൂറത്തുൽ ഹദീദ്. അങ്ങനെ സൂറത്തുൽ ഹദീദ് പാരായണം ചെയ്ത് 16-ാമത്തെ ഈ ആയത്തിലേക്ക് എത്തി. അപ്പം അദ്ദേഹം ആ ചുമര് മതിലിങ്ങനെ കയറുമ്പോൾ കേൾക്കുകയാണെന്ത്? അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു അവതരിപ്പിച്ച ഹക്കായ ഈ പരിശുദ്ധ ഖുർആനിലേക്കും അള്ളാഹുവിനുള്ള ദിക്റിലേക്കും പേടിച്ചു ഭയപ്പെട്ട് മടങ്ങാൻ സമയമായില്ലേ? ഇത് കേട്ട ഉടനെ അദ്ദേഹം പറഞ്ഞു, അതേ സമയമായി. അദ്ദേഹം അവിടെ നിർത്തി, തിരിച്ചുപോയി തൗബ ചെയ്തു. എന്നിട്ട് അദ്ദേഹം മക്കയിലേക്ക് താമസം മാറ്റി എന്നാണ്. അവിടെയുള്ള ഉലമാക്കളെ, ഇമാമിങ്ങളെ കണ്ടു, അവരുടെ അടുത്തിരുന്നു, പഠിച്ചു. പിന്നീട് വലിയ പണ്ഡിതനായി, വലിയ ആബിദായി മാറി എന്ന് ചരിത്രത്തിൽ കാണാം. സുബ്ഹാനല്ലാഹ്, നോക്കൂ, ഒരാളുടെ ജീവിതം മാറ്റിമറിച്ചു ഈ ചോദ്യം. മടങ്ങാൻ സമയമായില്ലേ? പാപങ്ങൾ ചെയ്യുന്ന തിന്മകളിലേക്ക് അധപ്പതിച്ചു പോയ ഏതൊരാളോടുമുള്ള ചോദ്യമാണിത്. സമയമായില്ലേ? അലം യഅ്നി ലില്ലദീന ആമനു. ഈ ആയത്തിൽ അല്ലാഹു മുഅ്മിനീങ്ങൾ എന്നാണ് വിളിച്ചത്. മുഅ്മിനീങ്ങൾക്ക് സമയമായില്ലേ എന്നാണ്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഈമാനുള്ളവർക്ക് സമയമായില്ലേ എന്ന് പറയുമ്പോൾ ഈമാനുള്ളവർക്കും ഹൃദയകാഠിന്യം സംഭവിക്കുമെന്നാണ്. ഈമാനുള്ളവർക്കും ഹൃദയകാഠിന്യം സംഭവിക്കും, അവരുടെ ഹൃദയങ്ങളും കടുത്തുപോകും എന്നതിന് ഈ ആയത്ത് തെളിവാണ്. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഹൃദയങ്ങൾ കടുത്ത് ഉറച്ചുപോയാൽ, ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരാൾ ഹൃദയകാഠിന്യത്തെക്കുറിച്ച് പരാതി ബോധിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, അദിബുഹു ബിദിക്രില്ല, അള്ളാഹുവിനുള്ള ദിക്ർ കൊണ്ട് നീ അതിനെ ഉരുക്കിക്കളയുക, നീ അതിനെ ഉരുക്കിക്കളയുക, ഇല്ലാതാക്കി കളയുക. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കിതാബിലേക്ക്, പരിശുദ്ധ ഖുർആനിലേക്ക്, റബ്ബിനുള്ള ദിക്റിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് ഈ രോഗത്തിനുള്ള മരുന്ന്. ഷെയ്ഖ് റഹിമഹുല്ലാ ആദ്യം രോഗം പറഞ്ഞു, രോഗകാരണം പറഞ്ഞു, പിന്നീട് ഉദ്ധരിച്ച 2 ആയത്തുകളും രോഗത്തിനുള്ള മരുന്നാണ്. അള്ളാഹു അവതരിപ്പിച്ചതിലേക്ക് മടങ്ങുക, അതുകൊണ്ട് നമ്മുടെ ഹൃദയം നന്നാക്കുക, നമ്മുടെ ജീവിതം നന്നാക്കുക എന്നതിലേക്കാണ് അദ്ദേഹം ആ ആയത്തുകൾ കൊണ്ട് സൂചന നൽകിയിട്ടുള്ളത്. ശേഷം ഷെയ്ഖ് റഹിമഹുല്ലാ ചില ഹദീസുകൾ ഉദ്ധരിച്ചു. അനിബ്നു അംറിൻ റളിയല്ലാഹു അൻഹു മർഫൂഅൻ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്നു, ഇർഹമു തുർഹമു വഗ്ഫിറു യുഗ്ഫർ ലക്കും വൈലുൻ ലിഅഖ്മാഇൽ ഖൗലി വൈലുൻ ലിൽമുസിറീന അല്ലദീന യുസിറൂന അലാ മാ ഫഅലു വഹും യഅലമൂൻ. റവാഹു അഹ്മദ്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർഹമു, നിങ്ങൾ കരുണ കാണിക്കുക, തുർഹമു, എങ്കിൽ നിങ്ങളും കരുണ കാണിക്കപ്പെടും, വഗ്ഫിറു, നിങ്ങൾ പുറത്തു കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്യുക, യഗ്ഫിരില്ലാഹു ലക്കും, അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു നൽകും, വൈലുൻ, നാശം,
ലി അഖ്മാഇൽ ഖൗലി, വാക്കുകൾ കേൾക്കുകയും എന്നിട്ട് അതുകൊണ്ട് യാതൊരു പ്രയോജനം നേടാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നാശം. വൈലുൻ ലിൽ മുസിറീൻ അല്ലദീന യുസിറൂന അലാ മാ ഫഅലു വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് തങ്ങൾ ചെയ്യുന്ന തിന്മയിൽ ഉറച്ചു നിൽക്കുന്നവർക്കും നാശം. ഈ ഹദീസ് സഹോദരങ്ങളെ, നമ്മൾ കരുണയുള്ളവരായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടും കരുണ കാണിക്കും. ചില ഹദീസിൽ വന്നതുപോലെ ഇർഹമു മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഇത് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്ന ഒരു ഖായിദയാണ് അറിയിക്കുന്നത്. അഥവാ നമ്മൾ കരുണയുള്ളവരായാൽ, നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നവരായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കാരുണ്യം ചെയ്യും, നമുക്കും വിട്ടുവീഴ്ച നൽകും. അത് മനുഷ്യരോടായാലും ശരി, അതല്ലാത്ത ജീവജാലങ്ങളോട്, ജന്തുക്കളോടായാലും ശരി. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ രൂപത്തിൽ കരുണയുള്ള, വിട്ടുവീഴ്ചയുള്ള ആളായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം പറഞ്ഞു, വൈലുൻ ലി അഖ്മാഇൽ ഖൗലി. അഖ്മാഉൽ ഖൗൽ എന്ന് പറഞ്ഞാൽ വാക്കുകൾ, ഉപദേശങ്ങൾ കേൾക്കുകയും എന്നിട്ട് അതുകൊണ്ട് ഉപകാരപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നവർക്ക് നാശം. അൽ അഖ്മാ എന്ന് പറഞ്ഞാൽ അറബിയിൽ ഖിംഉൻ എന്നതിൻ്റെ ബഹുവചനമാണ്. ഖിംഉ എന്ന് പറഞ്ഞാൽ അൽ മിഹ്ഖാൻ, നാളം, നാളത്തിനാണെന്ന് പറയുക ഖിംഉ എന്ന് പറയുക. എണ്ണ, അതല്ലെങ്കിൽ തേൻ, അതുപോലെയുള്ളത് ഒഴിക്കാൻ ഉപയോഗിക്കുന്ന കാര്യത്തിനാണ് ഖിംഉ എന്ന് പറയുക. അങ്ങനെയുള്ള ഒരു വാക്ക് എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രയോഗിച്ചത്? അഖ്മാഉൽ ഖൗലിൻ്റെ ആളുകൾക്ക് നാശം. അഥവാ ഈ നാളം ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കറിയാം, മുകളിൽ വിശാലതയുണ്ടാകും, താഴ്ഭാഗത്ത് ഇടുക്കവുമായിരിക്കും. ഹൃദയം കടുത്തുപോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ നാളം പോലെയാണ് അവൻ്റെ അവസ്ഥ. അവൻ്റെ ഹൃദയം ഇതെല്ലാം കേൾക്കും. ഈ ഹദീസിൻ്റെ തുടക്കത്തിൽ തന്നെ കാരുണ്യം ചെയ്യാൻ, കരുണ കാണിക്കാൻ പറഞ്ഞു, അതുപോലെ വിട്ടുവീഴ്ച പറഞ്ഞു. ഇങ്ങനെ നല്ല ഉപദേശങ്ങളൊക്കെ കേൾക്കും ഈ നാളം പോലെ, ഇതൊക്കെ സ്വീകരിക്കും. എന്നിട്ടോ ആ നാളത്തിലേക്ക് ഈ പറഞ്ഞതൊക്കെ ഒഴിച്ചാൽ അതവിടെ നിൽക്കുകയില്ല, പിന്നെയോ അതിൻ്റെ താഴെ കൂടെ അത് പുറത്തേക്ക് പോകും. എന്നതുപോലെയാണ് കടുത്ത് ഉറച്ചുപോയ ഒരാളുടെ ഹൃദയം. അങ്ങനെയുള്ള ഒരുവന് നാശം എന്നാണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് സഹോദരങ്ങളെ, നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കാര്യം നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട, ഭയപ്പെടേണ്ട കാര്യമാണ്. ഉപദേശങ്ങൾ കേൾക്കുന്നു, അള്ളാഹുവിൻ്റെ കിതാബിൽ ആയത്തുകൾ കേൾക്കുന്നു, താക്കീതുകൾ, മുന്നറിയിപ്പുകൾ കേൾക്കുന്നു. പക്ഷേ നമ്മുടെ ജീവിതം ഈ പറഞ്ഞ ഒരു നാളം പോലെയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് നാശം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എപ്പോഴാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥ ഒരാൾക്ക് ഉണ്ടാവുക? ഒരാളുടെ ഹൃദയം കടുത്തുപോയാലാണ്. ഹൃദയം കടുത്തുപോയാൽ ഈ രൂപത്തിലായിരിക്കും. എല്ലാം കേൾക്കും, പക്ഷേ ഉള്ളിലേക്ക്, താഴേക്ക് ഇറങ്ങുകയില്ല. അതൊരു കാതിലൂടെ കേട്ട് മറ്റേ കാതിലൂടെ പുറത്തേക്ക് വിട്ടു എന്നതുപോലെയായിരിക്കും. അത് അങ്ങനെയുള്ള ആളുകൾക്ക് നാശം. അതാണ് വൈലുൻ ലി അഖ്മാഇൽ ഖൗൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അതുപോലെ ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തെറ്റുകൾ അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ തുടരുന്ന, അതിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് നാശം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അവർ അറിഞ്ഞുകൊണ്ട് തങ്ങൾ ചെയ്യുന്ന തെറ്റിൽ ഉറച്ചു നിൽക്കുകയില്ല, അതിൽ തന്നെ തുടരുകയില്ല. വേഗത്തിൽ തൗബ ചെയ്തു മടങ്ങുക എന്നതാണ് മുഅ്മിനീങ്ങളുടെ അടയാളം. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. വൈൽ എന്ന് പറഞ്ഞാൽ നാശം എന്നതിനർത്ഥമുണ്ട്, നരകം എന്നർത്ഥം പറയാറുണ്ട്. തഫ്സീറുകളിൽ കാണാം, നരകത്തിലെ അഗാധ ഗർത്തമാണ് ഈ പറഞ്ഞ വൈൽ എന്നത്. മോശമായ, വൃത്തികെട്ട ഭക്ഷണപാനീയങ്ങൾ ലഭിക്കുന്ന അങ്ങനെയുള്ള അഗാധ ഗർത്തമാണ്, വലിയ കുഴിയാണ് വൈൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വൈൽ എന്ന് താക്കീത് ചെയ്തിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപദേശങ്ങൾ, ഉത്ബോധനങ്ങൾ കേട്ടിട്ട് ഉപകാരപ്പെടാത്ത
ആളുകളെയും അതുപോലെ തെറ്റുകളിൽ ഉറച്ചു നിൽക്കുന്നവരെയും. തെറ്റുകൾ അത് സംഭവിക്കുക മനുഷ്യ സഹജമാണ്, പക്ഷേ അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് സത്യവിശ്വാസിയുടെ അടയാളമല്ല. മറിച്ച് വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ്, സ്വന്തത്തോട് അതിക്രമങ്ങൾ ചെയ്തു പോയാൽ, വൃത്തികേടുകൾ ചെയ്തു പോയാൽ അള്ളാഹുവിനെ ഓർക്കുകയും ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, എന്നിട്ട് തങ്ങൾ ചെയ്ത തെറ്റിനെ തൊട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവരാണവർ. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു ചോദിക്കുന്നു പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹു അല്ലാതെ മറ്റാരാണുള്ളത്. എന്നിട്ടാണ് അള്ളാഹു പറഞ്ഞതെന്ത്? വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ടവർ തെറ്റുകളിൽ തുടരുകയില്ല. അപ്പോൾ സഹോദരങ്ങളെ, ഈ ഹദീസിൽ വലിയ ഗുണപാഠമുണ്ട്. മാത്രമല്ല, ഈ ഹദീസ് ഇവിടെ ഷെയ്ഖ് ഉദ്ധരിച്ചതിൻ്റെ മറ്റൊരു കാരണം ഇർഹമു, കരുണ ചെയ്യുക, അതുപോലെ വഗ്ഫിറു, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക. ജനങ്ങളോട് കരുണ കാണിക്കലും വിട്ടുവീഴ്ച ചെയ്യലും ഹൃദയങ്ങൾ കടുത്തുപോകാതിരിക്കാനുള്ള കാരണമാണ്. ഹൃദയ നൈർമല്യം ലഭിക്കാനുള്ള കാരണമാണത്. ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്യുക, ജനങ്ങൾക്ക് കരുണ കാണിക്കുക, സാധുക്കളായ ആളുകൾക്ക്, പാവങ്ങൾക്ക്, ആവശ്യക്കാർക്ക് അവർക്ക് നന്മ ചെയ്തുകൊണ്ട്, അവരോട് ഗുണം ചെയ്തുകൊണ്ട്, അവർക്ക് കാരുണ്യം കാണിച്ചുകൊണ്ട് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അയാളുടെ ഹൃദയത്തിൻ്റെ നൈർമല്യമാണ് അത് അറിയിക്കുന്നത്. അതുപോലെ വിട്ടുവീഴ്ച മനോഭാവം, ഇങ്ങോട്ടിനെ ഉപദ്രവിച്ചാലും അങ്ങോട്ട് തിരിച്ചുപദ്രവിക്കാതെ, അതല്ലെങ്കിൽ അതുപോലെയുള്ള നടപടി സ്വീകരിക്കാതെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നുള്ളതും ഒരാളുടെ ഹൃദയം കടുത്തുപോകാതിരിക്കാൻ ഹൃദയ നൈർമല്യത്തിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്. ഈ ഹദീസിൽ അങ്ങനെയും ഗുണപാഠമുണ്ട്. എന്നിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ നമ്മൾ പറഞ്ഞ ബാക്കിയുള്ള രണ്ട് കാര്യങ്ങളും പറഞ്ഞത്. ഏതൊക്കെയാണ്? വാക്കുകൾ കേൾക്കുകയും ഉപകാരം ഇല്ലാതിരിക്കുകയും ചെയ്യുക. എല്ലാ കാര്യങ്ങളും കേൾക്കും, പക്ഷെ അത് തൊണ്ടക്ക് താഴേക്കിറങ്ങുകയില്ല എന്നൊരവസ്ഥ, അങ്ങനെയുള്ള ആളുകൾക്ക് നാശം. അതുപോലെ തെറ്റുകളിൽ ഉറച്ചു നിൽക്കുക എന്നതും ഒരാൾക്ക് നാശം സംഭവിക്കാനുള്ള കാരണത്തിൽ പെട്ടതാണ്. ഈ ഭാഗത്ത്, ഈ അധ്യായത്തിൽ രണ്ട് ഹദീസുകൾ കൂടി ഷെയ്ഖ് റഹിമഹുല്ല ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരൽപ്പം വിശദീകരിക്കണം എന്നത് കാരണത്താൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ വലിയ ഗുരുതരമായ പാപങ്ങളിൽ നിന്ന്, വൻപാപങ്ങളിൽ നിന്ന് എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളായ അടിമകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അല്ലാഹു തആല അഅല വ അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.